പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് 45-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. 45-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം. ഓ ജീസസ്, ഓ റബശാന്തരകൾ നോക്കുക, ചെവി ചായ്ക്ക. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. കുമാരി സിസ്റ്റർക്കുള്ള ദൂതല്ല കേട്ടോ. സ്വോത്രം. അല്ലയോ കുമാരി കേൾക്കുക. എല്ലാ കുമാരിമാർക്കുള്ളതാ. സ്വോത്രം. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. നമ്മുടെയൊക്കെ പേര് ബൈബിളിൽ കിടക്കുന്നുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോ ഉള്ള പേര് ബൈബിളിൽ കിടക്കും. സ്വോത്രം. ഇസ്കിയാവിന്റെ അമ്മയുടെ പേര് അബി. സ്വോത്രം. നമ്മളെല്ലാം പേര് കിടക്കുന്നുണ്ടാവും. നമുക്ക് പഴയ നിയമത്തിൽ ഒരുപാട് പേരുകളുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ആരാ രാജാവ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മണവാട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മണവാട്ടി പറയാണ്, എന്റെ വീട്ടുകാരെ അപ്പനെ അമ്മയും സഹോദരന്മാരെ വിട്ട് ഞാൻ വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? മണവാട്ടി മണവാളന്റെ കൂടെ പോകണം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. മണവാട്ടി ആരുടെ കൂടെ പോകണം? മണവാളിന്റെ കൂടെ പോകണം. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയാണ്, അല്ലയോ കുമാരി കേൾക്കുക, നിന്റെ സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നീ മറക്കുക. നിന്റെ രാജാവിന്റെ സൗന്ദര്യത്തെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ അർത്ഥം, ഈ പരിശുദ്ധാത്മാവിന്റെ വിളി കേട്ടിട്ട്, ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ് വിളിക്കുന്നത്. അല്ലയോ നീ നിന്റെ പാരമ്പര്യങ്ങളെയും നിന്റെ സ്വന്തം ഇഷ്ടങ്ങളെയും നിന്റെ പഴയ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നീ മണവാളന്റെ അടുക്കിലേക്ക് വായൊന്ന്. ആരെ വിളിക്കുന്നത്? പരിശുദ്ധാത്മാവ് വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വിളി കേട്ട് വിടേണ്ടതൊക്കെ വിട്ട് കർത്താവിന്റെ കൂടെ വരാൻ തയ്യാറായാൽ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ദൂത് കർത്താവ് പറയാണ്, നീ പരിശുദ്ധാത്മാവിനോടൊപ്പം സഞ്ചരിക്കാൻ റെഡി ആകുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇഷ്ടത്തിനല്ല, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മൾ പോകണം. ദൈവം സ്വന്തം പറഞ്ഞു. ഹല്ലേലൂയ. ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിക്കാൻ അബ്രഹാമിന്റെ ദാസനായ എലിയാസർ റിബേക്കായുടെ വീട്ടിൽ വന്നു. അപ്പൊ റിബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. എലിയാസറിന് റിബേക്കായെ ബോധിച്ചു. ദൈവം പറഞ്ഞ പോലെ ചില അടയാളങ്ങൾ അവളിൽ കണ്ടു. അങ്ങനെ ഉടനെ പിന്നെ ഇസ്ഹാക്കിന്റെ അടുക്കിലേക്ക് എത്തിക്കണം എലിയാസറിന്. അപ്പോൾ റബേക്കയുടെ സഹോദരനോടും കുടുംബത്തോടും പറഞ്ഞപ്പോ അവര് പറഞ്ഞു, കുറച്ചു ദിവസം കൂടി അവളെ എന്ത് ചെയ്യട്ടെ, ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഏലിയാസ് പറഞ്ഞു, നടക്കില്ല. സ്തോത്രം. ആമേൻ. ഇപ്പൊ തന്നെ എനിക്ക് അവളെ കൊണ്ടുപോകണം. ആരുടെ അടുക്കിലേക്ക്? മണവാളന്റെ അടുക്കിലേക്ക്, ഇസ്ഹാക്കിന്റെ അടുക്കിലേക്ക്. അതുപോലെയാ കർത്താവ് നമ്മെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിളിച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് വേണ്ട കാര്യത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ഒട്ടകപ്പുറത്ത് സകലവിധ സാധനങ്ങളുമായിട്ടാണ് ഏലിയാസർ ആരെ കൊണ്ടുവരാൻ വന്നിരിക്കുന്നത്? റബേക്കയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൾക്ക് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഒരുമിച്ച് സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുക. ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവളെ കൊണ്ടുപോകണം. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ഒരു ദൂത് നിന്നോട് പറയാം. ഇന്നൊരു തീരുമാനം എടുക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വിളി കേട്ടിട്ട് നിന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം അരിഞ്ഞു കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള ഒരു ജീവിത യാത്ര തിരഞ്ഞെടുക്കുന്നെങ്കിൽ നിനക്ക് ചില വെള്ളി ആഭരണങ്ങളും നിനക്ക് ചില പൊന്നാഭരണങ്ങളും കർത്താവ് തരാൻ പോവാ. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വായിക്കാം നമുക്ക് ആ ഭാഗം. ഉൽപ്പത്തി പുസ്തകം 24, സ്തോത്രം, 24ന്റെ 53 ആണെന്ന് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 24ന്റെ അത് തന്നെ 53. ഉൽപ്പത്തി പുസ്തകം
24:53. ഉൽപ്പത്തി പുസ്തകം 24:53. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. യോസഫിനെ ഫറവോന്റെ രണ്ടാം സ്ഥാനക്കാരനായി മാനിച്ചപ്പോ അവന്റെ കഴുത്തിൽ ഒരു എന്താ പറയാ, സരപ്പളി എന്ന് പറയാന്നെ, അങ്ങനെ ഒരു മാലയില്ലേ, കേട്ടിട്ടില്ലേ? സ്വർണ്ണ സരപ്പളി മാല, അങ്ങനെ ഒരു പേരുണ്ട്, അങ്ങനെ ഒരു പേരില്ലേ സ്വതന്ത്ര ബൈബിൾ? സരപ്പളി, അങ്ങനെ ഒരു സ്ഫടികല്ല, ബൈബിളിലുണ്ടാ വാക്യം. ഒരു വേണമെങ്കിൽ വായിക്കാം നമുക്കത്. കർത്താവിന്റെ സ്തോത്രം. ഇതുപോലെ ഇവിടെ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ആര് കൊടുക്കുകയാണ്? വസ്ത്രങ്ങളും റിബേക്കായി കൊടുത്ത പോലെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയുകയാണ്, നിനക്ക് വേണ്ടി എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് ഒരു യാത്ര തീരുമാനിച്ച് സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറന്നിട്ട് എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ട വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിൽ എത്താൻ പോവുകയാണ്. സ്വർണ്ണ സരപ്പളി, അത് ഒരു ആഭരണം ആരുടെ കഴുത്തിലിട്ട് കൊടുത്തു? യോസഫിന്റെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. കർത്താവിൻ സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ബ്ലെസ്സിങ്, ഒരു കർത്താവ് നമുക്ക് കരുതി വെച്ചിരിക്കുന്ന ചില നന്മകൾ ഉണ്ടെന്ന് പറയുകയാണ്. ഈ മരുഭൂമി യാത്രയിൽ നമ്മെ മണവാളന്റെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് മണവാളന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ യാത്രയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ, ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട. ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടതെല്ലാം അതിന്റെ ശ്രേഷ്ഠമായ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടാൻ പോവാ. അതുകൊണ്ടാ പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിപ്പിക്കരുത്. കാരണം പരിശുദ്ധാത്മാവാണ് കംപ്ലീറ്റ് കാര്യങ്ങള് മണവാളനെ ഏൽപ്പിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൻ സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ജയമായിരിക്കും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വളരെയധികം നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരാൾ വിളിച്ചാൽ ഉടനെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഇപ്പൊ ഈ ദിവസങ്ങളിൽ എന്നെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരടി അനങ്ങാൻ നമ്മുടെ ഉള്ളില് നമുക്ക് തോന്നിയാൽ അത് പെർമിഷൻ ഇല്ലാതെ അനങ്ങരുത്. ആരുടെ പെർമിഷൻ വേണം? പരിശുദ്ധാത്മാവിന്റെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ചോദ്യം വേണം. പരിശുദ്ധാത്മാവേ, നിന്റെ മന്ദിരമായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മുടെ യജമാനൻ ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന യജമാനനോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്.